गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് 5, 2024. ലളിതമായ സാധനയിലൂടെ എങ്ങനെ ഈശ്വരകൃപ നേടിയെടുക്കാൻ സാധിക്കും? ഭഗവാൻ പ്രേമപൂർവം വെളിപ്പെടുത്തുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പ്രേമസ്വരൂപരെ, ആപേക്ഷികമായ ഭൗതിക ജ്ഞാനത്തിൽ മുങ്ങിയിരിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് ആത്മാവബോധം നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ നാം നിരാശപ്പെടുകയോ സ്വയം തരം താഴ്ത്തുകയോ ചെയ്യേണ്ടതില്ല. എപ്പോഴെല്ലാം എളിയവരും നിസാരരുമായ മനുഷ്യർ വലിയ തീരുമാനങ്ങളെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ മഹാന്മാരിൽ നിന്നും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും നേടിയിട്ടുണ്ട്. ശ്രീരാമൻ സമുദ്രത്തിനു കുറുകെ ചിറകിട്ടുമ്പോൾ ആ ദൗത്യത്തിൽ പങ്കുചേർന്ന അണ്ണാറക്കണ്ണന് അവിടുത്തെ അനുഗ്രഹം ലഭിച്ചില്ലേ? തന്റെ സേവനം എത്രയോ തുച്ഛമാണെന്ന് അണ്ണാറക്കണ്ണന് അറിയാമായിരുന്നു. പക്ഷെ ആ ജീവിയുടെ സമർപ്പണ ഭാവം അതിന് ഈശ്വരന്റെ അനുഗ്രഹം നേടിക്കൊടുത്തു. പക്ഷെ മനുഷ്യനാകട്ടെ ഉന്നതമായ ഉദ്ദേശ്യത്തിനായി ചെറിയ ആത്മീയ സാധനകൾ പോലും അനുഷ്ഠിക്കുന്നില്ല. അവർ ഭജനകളും പൂജകളും ധ്യാനവുമെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടാകാം. പക്ഷെ അവയെല്ലാം ശാരീരികമായ പ്രയത്നങ്ങൾ മാത്രമാണ്. മനസ്സ് അതിനോടുകൂടി ചേരുകയോ മനുഷ്യനെ ആത്മാർത്ഥതയുടെ തലത്തിലേക്ക് ഉയർത്തുകയോ ചെയ്യുന്നില്ല. അക്കാരണത്താൽ മാനവൻ മനുഷ്യന്റെ തലത്തിൽ തന്നെ തുടരുന്നു. അവന് ഈശ്വരന്റെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. പണ്ടൊരു കവി ചോദിച്ചു, ചാറ്റൽ മഴ കൊണ്ട് ഒരു തടാകം നിറയ്ക്കാൻ സാധിക്കുമോ? ഒമിനീര് ഇറക്കിയാൽ ദാഹം മാറുമോ? വായു വിഴുങ്ങിയാൽ വിശപ്പടങ്ങുമോ? പുൽക്കൊടി കത്തിച്ചാൽ കനൽക്കട്ട ലഭിക്കുമോ? കരി വേണമെങ്കിൽ വിറക് കത്തിക്കണം. പെരുമഴ കൊണ്ടേ തടാകം നിറയ്ക്കാൻ സാധിക്കൂ. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടേ മനുഷ്യന്റെ ദാഹം ശമിക്കൂ. മറ്റൊന്നുകൊണ്ടും സാധിക്കുകയില്ല. അതുപോലെ സമ്പൂർണ്ണ സമർപ്പണത്താൽ മാത്രമേ ഹൃദയം ഭക്തിയാൽ നിറയുകയുള്ളൂ. ഭൂമിയിൽ ആഴത്തിൽ കുഴിച്ചാലേ രത്നങ്ങൾ കണ്ടെത്താൻ കഴിയൂ. അവ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുകയില്ല. എന്നതുപോലെ ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ആശാഭംഗങ്ങൾ സമ്മാനിക്കുന്ന ഈ പ്രകൃതിയിലെ വർണ്ണക്കാഴ്ചകളിലല്ല, ഹൃദയത്തിനഗാധതയിലാണ്. 1983 ജനുവരി 8 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.